ഹായ് ഗൈസ്, ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പം ഇത്ര നാളും എൻ്റെ ചാനൽസ് വീഡിയോ ഒക്കെ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി വേറെയാണ്. ഒരു വ്ളോഗോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ എങ്ങനെയാണ് ഒരു ഹോളിഡേ ദിവസം പഠിക്കുന്നത് എന്നൊക്കെയാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതായത് ഇപ്പം 10th എൻ്റെ എക്സാം സ്റ്റാർട്ട് ആവാറായി. അതായത് സെക്കൻഡ് മൊഡ്യൂൾ എക്സാം സ്റ്റാർട്ട് ആവാറായി. നിങ്ങൾക്കൊക്കെ ഫസ്റ്റ് എക്സാം ആവുന്നതായിരിക്കും. അപ്പം എനിക്ക് അതിനുള്ള പ്രിപ്പറേഷൻസ് കുറച്ച് ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു തിരക്കിട്ട സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം ഞാൻ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് കമ്പ്യൂട്ടറിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ, കമ്പ്യൂട്ടറിലേ പഠിക്കാൻ പറ്റത്തുള്ളൂ എന്നൊന്നുമില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാം ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർസിലും മൊബൈൽസിലും എല്ലാം ഉണ്ട്. ചില സോഫ്റ്റ്വെയർസ് ഒന്നും കമ്പ്യൂട്ടറിൽ പോലും ഇല്ല. അപ്പം ചില ആപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൊബൈലിൽ തന്നെയാണ് ഞാൻ മാക്സിമം പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായതുകൊണ്ടാണ് ഞാനിപ്പം PC ഓൺ ആക്കിയത്. അപ്പം ഇതിനകത്ത് ഞാൻ കാണിക്കാം ഞാൻ എങ്ങനെയാണ് ഒരു കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം മോർണിംഗ് ആയതേ ഉള്ളൂ. അപ്പം ഞാൻ എങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവർക്കും കാണിക്കാം. ഇപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. സോ ഗൈസ്, ഞാൻ ഉപയോഗിക്കുന്ന മെജോറിറ്റി ഒരു 4 ആപ്പാണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ്. ഞങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് സംഭവം പ്ലാൻ ചെയ്യാണ്, അല്ലെ അത് പഠിക്കണം, പ്ലാനിങ് അല്ല, പഠിക്കണം എന്നല്ല, എന്തേലും ആവട്ടെ ഒരു ടാസ്ക് നമുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഒരു ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് അല്ല, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയാലും കുറേ ആപ്സ് കിട്ടും. അപ്പം അതിൻ്റെ അകത്ത് ഒരെണ്ണത്തിൽ പോയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കുറേ ടാസ്ക് ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. അപ്പം ഞാൻ പഠിക്കാൻ പോകുന്നത് മാത്സിൻ്റെ അകത്തൊരു ചാപ്റ്റർ ഉണ്ട് എനിക്ക് പെൻഡിങ് ആയിട്ടുള്ള, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം അതിൻ്റെ അകത്ത് ആ ചാപ്റ്ററാണ് ഞാൻ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ അതൊന്ന് നമുക്ക് ഇതിൻ്റെ അകത്തൊരു ടാസ്ക് ആയിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. സോ ഇവിടെ എനിക്ക് നോക്കാൻ നേരം ഇവിടെ ഞാൻ 2-3 ടാസ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അത് എക്സാമ്പിളായിട്ട് ഞാൻ കിടക്കുന്നതാണ്. സോ ഞാനിപ്പം ഒരു ടാസ്ക് ഞാൻ കൊടുക്കുകയാണ്. സോ ഇവിടെ ഞാൻ ഈ ടോപ്പ് കോർണറിൽ ഞാനൊരു ടാസ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ വരുവാണെങ്കിൽ ഇവിടെ എനിക്ക് ടിക്കഡ് ആണെങ്കിൽ സോ അത് ടിക്കായി, അതായത് ഞാനത് കംപ്ലീറ്റ് ചെയ്തെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. സോ അത് അവിടെ കിടപ്പുണ്ട്, ഫസ്റ്റ് തന്നെ അവിടെ കിടപ്പുണ്ട്. സോ ഇപ്പം നമുക്കിങ്ങനെ ചെയ്യാൻ നേരം ഇപ്പോൾ ഒരു മോർണിംഗ് നമ്മൾ സംഭവം സെറ്റ് ചെയ്ത് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കണം എന്നുള്ള മനസ്സിലെഴുതി വരും. അപ്പം നമ്മളത് മാക്സിമം നമ്മൾ പഠിച്ച് തീർക്കുക, അല്ലെങ്കിൽ ആ ടാസ്ക് ചെയ്ത് തീർക്കാൻ നമ്മൾ മാക്സിമം നോക്കും. അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്തിട്ടാൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നേരം. സോ ഇപ്പം ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ഇട്ടിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് എനിക്കിന്ന് പഠിക്കാനുള്ളത്. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു ടാസ്ക് ഞാൻ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പം ഞാൻ പഠിച്ചു തരും അപ്പം നമുക്കിതിടാം. ഇതിൻ്റെ അകത്ത് ഒരു ദിവസം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നാളെ, അല്ലെ അടുത്ത വരുന്ന ദിവസങ്ങളിൽ, അല്ലെ എന്നായാലും നമുക്ക് അതിനുള്ള ഡേറ്റ് സെലക്ട് ചെയ്ത് എന്നാ തീർക്കേണ്ടത്, അല്ലെ എന്നാ തുടങ്ങേണ്ടത് എന്ന് പറഞ്ഞ എല്ലാം നമുക്ക് ഇതിൻ്റെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ടാസ്കും, ഇപ്പം ജോലി ചെയ്യുന്ന ജോബ്സിനാണ് വർക്ക് എന്ന് പറഞ്ഞൊരു സെക്ഷൻ കംപ്ലീറ്റ്ലി വേറെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമുക്ക് അങ്ങനത്തെ ടാസ്ക് ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. അപ്പം ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിടപ്പുണ്ട്. അപ്പം ഇത് ഞാൻ എപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് തീർക്കുന്നു എനിക്കത് ചെയ്യാം. സോ ഇപ്പം ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. ഇനി ഞാനിത് എങ്ങനെയാണ് പഠിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ മെജോറിറ്റി ഉപയോഗിക്കുന്നതെന്നാണ്. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ പറഞ്ഞൊരു സംഭവം സെറ്റാക്കി. അപ്പം ടു ഡു ലിസ്റ്റ് എന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു, അത് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. അടുത്ത ഞാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. സോ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മെജോറിറ്റി പ്രശ്നം വരുന്ന ഡിസ്ട്രാക്ഷനാണ്. ഇപ്പം നമ്മൾ മൊബൈലിൽ ഇപ്പോൾ എന്തെങ്കിലും ജെമിനിയിൽ എന്തെങ്കിലും ഇപ്പോൾ ക്വസ്റ്റ്യൻസോ ഏതെങ്കിലും ഒരു AI മോഡൽ ആവട്ടെ, എന്തെങ്കിലും ഇപ്പോൾ നോക്കാൻ നേരം, ഇപ്പോൾ ഏത് ക്വസ്റ്റ്യൻസ് ആൻസറോ സൊല്യൂഷനാണോ അത് കറക്റ്റ് ആണോ നോക്കാൻ നേരം നമ്മൾ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ അറിയാതെ നമ്മൾ ചെന്ന് കാണും. ഈ ചെന്ന് കണ്ടിട്ട് നമ്മൾ ഫുള്ള് സ്ക്രോൾ ചെയ്ത് നമ്മൾ ഫുള്ള് ഡിസ്ട്രാക്ഷൻ ആവും. പിന്നെ നമുക്ക് പിന്നെ സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. അപ്പം ഇങ്ങനത്തെ ഒക്കെ വരാതിരിക്കാൻ ഇങ്ങനത്തെ ഈ ഡിസ്ട്രാക്റ്റിംഗ് ആപ്സ് എല്ലാം നമുക്ക് ബ്ലോക്ക് ചെയ്തിടാൻ പറ്റും. അപ്പം അതിന് ഞാൻ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് റീഗെയിൻ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ആൾക്കാർക്ക് അറിയായിരിക്കും, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആപ്പാണ് റീഗെയിൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് ആപ്സ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ലീഡർ ബോർഡ് ഉണ്ട്, അതായത് കുറേ ഗ്രൂപ്പ്സ് ഇതിൻ്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ റീഗെയിൻ തന്നെ ചെയ്തിട്ടതും പിന്നെ പബ്ലിക് ഗ്രൂപ്പ്സ്, പ്രൈവറ്റ് ഗ്രൂപ്പ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ ചെയ്തിട്ടാൽ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പബ്ലിക്കായിട്ട് കയറിയിട്ട് അതിൻ്റെ അകത്ത് അതായത് എത്ര മണിക്കൂർ പഠിച്ചു, അല്ലെങ്കിൽ എത്ര സമയം നമ്മൾ
നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ ലീഡർ ബോർഡ് കാണും. ലീഡർ ബോർഡിൽ കയറിയിട്ട് ഇപ്പോൾ ഇത്രയും മാക്സിമം നേരം പഠിച്ചവർ ഫസ്റ്റ് ആയിരിക്കും, അല്ലെ ഈ ഇത്രയും പഠിച്ചവർ താഴെ ആയിരിക്കും. അങ്ങനെ നമുക്കൊരു ഈഗോ അല്ലെ ഒരു വാശിക്ക് നമുക്ക് പഠിച്ചു കയറാൻ പറ്റും. അതിന് ഞാൻ ഏറ്റുപിടിക്കുന്ന ഒരു ആപ്പാണ് റീഗെയിൻ. ഞാൻ അതിൻ്റെ ഒരു സാധനം ഞാൻ ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഞാൻ കൊടുത്തേക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്പാണ്. നമുക്ക് കുറച്ചും കൂടെ എനിക്ക് അതിൻ്റെ അകത്ത് ആ UI ആണെങ്കിലും കുറേ തീം, മ്യൂസിക്കൊക്കെ നമുക്ക് പഠിക്കാൻ നേരം, അതായത് മ്യൂസിക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കണം. എനിക്ക് പഠിക്കാൻ നേരം മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ ലോഫി സോങ്സ് അങ്ങനത്തെ കുറേ കിടിലൻ സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ കേട്ടോണ്ടിരുന്ന് പഠിക്കാൻ പറ്റും. സോ റീഗെയിൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആപ്പ്. പിന്നെ ഞാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും സൈലം. ഞാൻ സൈലത്തിലാണ് ഞാൻ ക്ലാസ് കാണുന്നതും. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സൈലമാണ് ഞാൻ ഓൺലൈൻ ക്ലാസ്സിന് ഉപയോഗിക്കുന്നത്. ഞാൻ വേറൊരു ട്യൂഷന് പോകുന്നുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും കുറച്ച് കോമ്പാക്റ്റബിൾ ആയിട്ട് ഞാൻ ചെയ്യുന്നത് സൈലത്തിലാണ്. അതിൻ്റെ അകത്ത് എല്ലാ സബ്ജക്ട്സും ഉണ്ട്. ഇപ്പം ഞാൻ ഫസ്റ്റ് ബാച്ചിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്ക് ഇപ്പം കാണേണ്ട ക്ലാസ് എന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ അകത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ ഞാൻ ഇതിൻ്റെ അകത്ത് ഓൾ ക്ലാസ്സസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് 4 ചാപ്റ്റർ അവർ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഫുള്ള് ക്ലാസ് അല്ല എനിക്ക് കാണേണ്ടത്. എനിക്ക് ബേസിക്സ് ഒക്കെ അറിയാം, പക്ഷെ എനിക്ക് ഇതിൻ്റെ അകത്തെ കൺസെപ്റ്റ് ഒക്കെ കുറച്ചും കൂടെ വ്യക്തമാകാനുണ്ട്. സോ എനിക്ക് ഇതിൻ്റെ അകത്തെ റിവിഷൻ ക്ലാസ് ആണ് കാണേണ്ടത്. സോ ഈ ക്ലാസ് ഞാൻ കാണിച്ചു തരാം. എനിക്ക് കോപ്പിറൈറ്റ് ആകുമോ അറിയത്തില്ല, ഇത് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. സോ 2.25 മണിക്കൂറത്തെ ഒരു ക്ലാസ് ആണ്. അപ്പം ഇതാണ് ഞാൻ ഇന്ന് തീർക്കാൻ പോകുന്നത്. ഇത് കണ്ടു തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് ടു ഡു ലിസ്റ്റിൽ പോയിട്ട് അത് കംപ്ലീറ്റ് ഇടാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കൺസെപ്റ്റ് മനസ്സിലായി. ഇനി എനിക്ക് ഞാൻ എന്തെങ്കിലും പറ്റുമ്പോൾ, അതായത് ഇപ്പം എനിക്ക് ഡൗട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സൈലത്തിൻ്റെ അകത്ത് തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് സൈലം കുറച്ച് പ്രശ്നമായിരിക്കും, അതായത് ഇത് പെയ്ഡാണ്, സബ്സ്ക്രിപ്ഷനാണ്. അതിന് പകരം നിങ്ങൾക്ക് സൈലത്തിന് ഞാൻ ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ സോ ഞാനിപ്പം യൂട്യൂബിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ സൈലം 10th CBSE ആണ്, അതായത് ഞാൻ 10th CBSE ആണ് ബാച്ചാണ്. സോ സൈലം 10th CBSE. സോ ഇപ്പം ഓരോ ക്ലാസ്സിന് ഓരോ സിലബസ് അനുസരിച്ച് അവർക്ക് ഓരോ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. സോ ഇതാണ് സൈലം 10th CBSE എന്ന് പറയുന്നത്. സോ ഈ യൂട്യൂബ് ചാനൽ ഞാൻ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ലൈവ് സെക്ഷൻ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതായത് നമ്മുടെ സൈലത്തിൻ്റെ ആപ്പിൽ ഞാൻ പെയ്ഡായിട്ട് എടുത്തത് ഇവർ അത് തന്നെ ലൈവ് ഇടും. പക്ഷേ എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ലൈവ് മാത്രമല്ല, മൊഡ്യൂൾ എക്സാംസ്, റെക്കോർഡഡ് ക്ലാസ് വേറെ അല്ലാതെ അങ്ങനത്തെ കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എല്ലാം കുറച്ച് ഓർഗനൈസ്ഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ കുറച്ച് പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇവിടെ കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഗൈസ്. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർ സബ്ജക്റ്റ് ഏത് അക്കാഡമിക് ഇയർ ആണ് എന്നുള്ളതിന് എല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2025-26 അക്കാഡമിക് ഇയറിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഉണ്ട്. പിന്നെ ഇത് 2025-26 അപ്പോൾ അങ്ങനെ ഓരോ അക്കാഡമിക് ഇയർ അനുസരിച്ചുള്ള എല്ലാ സബ്ജക്റ്റിനും പെർ ഓരോ കോഴ്സസ് അനുസരിച്ചുണ്ട്. ഇപ്പോൾ ഈ കോഴ്സിൻ്റെ അകത്ത് ഞാൻ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ പ്ലേലിസ്റ്റ് പോലെ കുറേ കിടപ്പുണ്ട്. ഇതെല്ലാം ഈ പെർ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഇവർ ചെയ്തിരിക്കുന്ന എത്ര ക്ലാസ്സുകളാണ് ഞാൻ കാണാൻ പറ്റും. കുറേ ക്ലാസ്സുകളുണ്ട്. സോ ഇതെല്ലാം നിങ്ങളെല്ലാം നോക്കി അനുസരിച്ച് ഇതെല്ലാം ഒന്ന് കാറ്റഗറൈസ് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ ആണെങ്കിലും കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ കുറച്ചും കൂടെ മറ്റേത് കുറച്ച് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എല്ലാം ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് സൈലം ഭയങ്കര അതിൽ ഓൺലൈൻ ക്ലാസ് സൈലത്തിൽ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഞാൻ എടുത്തതാണ്. എനിക്കത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. സോ ഇനി നമുക്ക് എന്തെങ്കിലും ഡൗട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ സൈലത്തിൽ ഇതുണ്ട്. അതായത് AI ഗുരു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് സൈലത്തിൽ തന്നെ ഉള്ളതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. സോ ഓക്കെ, സ്റ്റഡി ബാച്ചിൽ ഇത് AI ഗുരു എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് ഇതിൽ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഇതാണ് ഉപയോഗിക്കുന്നത്, ജെമിനിയാണ്. ജെമിനിയിലാണ് കൂടുതൽ കാര്യങ്ങളും ഉപയോഗിക്കുന്നത്. ഇപ്പുറത്തെ യൂട്യൂബിൻ്റെ ഇപ്പം ഞാൻ ക്ലാസ് കാണുവാണെങ്കിൽ അപ്പുറത്ത് തന്നെ ജെമിനിയുടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ്, ഡൗട്ട്, ഇപ്പോൾ ഹോംവർക്സ്, സൊല്യൂഷൻസ് എല്ലാം ഞാൻ ജെമിനിയിൽ തന്നെയാണ് ക്ലിയർ ചെയ്യുന്നത്.
അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എൻ്റെ രീതി. പിന്നെ ഞാൻ ക്ലാസ് കാണുമ്പോൾ തന്നെയാണ് നോട്ട് കംപ്ലീറ്റ്, അതായത് അവർ പറയുന്നത് തന്നെയാണ് എഴുതുന്നത്, അത് കഴിഞ്ഞിട്ടല്ല. സോ എനിക്ക് അപ്പം തന്നെ ടോപ്പിക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അതെനിക്ക് ബാക്കിയുള്ളവരെ എനിക്ക് അറിയത്തില്ല. എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ അവർ ക്ലാസ് കണ്ട് കഴിഞ്ഞിട്ടാണ് നോട്ട്സ് എഴുതുന്നതെന്ന് പറയും. സോ ഞാൻ അപ്പം തന്നെയാണ് തീർക്കുന്നത്. അത് എനിക്ക് കുറച്ചും കൂടി ചെയ്യാനും എളുപ്പമായതുകൊണ്ടായിരിക്കാം. സോ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക് ഇയർ കുറച്ചും കൂടെ ഇപ്പം പെൻഡിങ് ആവാതെ ഇതിനകത്ത് റിവിഷൻ ക്ലാസ്, എൻഡ് ഗെയിം, അങ്ങനെ കുറേ സെക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. ഈ ചാനലൊക്കെ ഇപ്പം എല്ലാ ക്ലാസ്സിനും ഉണ്ട്. അതായത് ഈ 7th ഇപ്പം ICSE, സ്റ്റേറ്റ്, CBSE, അങ്ങനെ എല്ലാ സിലബസിനും എല്ലാ എല്ലാ ക്ലാസ്സിനും എല്ലാ സബ്ജക്റ്റിനും ഉണ്ട്. സോ ഹിന്ദി, അറബിക്, മലയാളം എല്ലാ സബ്ജക്റ്റും ഉണ്ട്. സോ നിങ്ങൾ അങ്ങനെ ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി നോക്കിയാലും നിങ്ങൾക്കത് പെട്ടെന്ന് റിവൈസ് ചെയ്ത് തീർക്കാൻ പറ്റും. സോ അങ്ങനെ അതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ആപ്പ്. ഞാൻ റീഗെയിൻ ഞാൻ മൊബൈലിലാണ് ഉപയോഗിക്കുന്നത്. കാര്യം ഇതിൻ്റെ അകത്ത് റീഗെയിൻ കമ്പ്യൂട്ടർ PC-യിൽ ഇത് കിട്ടുന്നില്ല. സോ ഞാൻ മൊബൈലിൽ തന്നെയാണ് ഇപ്പോൾ ക്ലാസ് കാണാൻ നേരം ഞാൻ ഇപ്പുറത്ത് ഫോണിൽ റീഗെയിൻ ഓൺ ആക്കിയിടും. സോ അപ്പം എനിക്ക് എൻ്റെ ടൈം കൂടും. അങ്ങനെ എനിക്ക് പഠിക്കാനും പറ്റും. സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പം സമയമാവുന്നു, എനിക്കിപ്പം ക്ലാസ് കാണണം. അത് കഴിഞ്ഞ് ട്യൂഷനുണ്ട്, എനിക്ക് 4:30 ട്യൂഷനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരണം. ഇതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. സോ ട്യൂഷന് പോകുന്നതും എല്ലാം ഞാൻ റെഡിയാക്കാം. അപ്പം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തൊക്കെ സംഭവങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഇനി സമയം കളയല്ല, ഞാൻ ഇരുന്ന് പഠിക്കട്ടെ. അപ്പം നിങ്ങൾ ഇരുന്ന് പഠിക്കണം. സോ വീഡിയോ കഴിഞ്ഞിട്ടില്ല, ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഹൈലത്തിൻ്റെ ക്ലാസ് പകുതി വരെ കണ്ടു തീർത്തു. ഫുള്ള് തീരാനുള്ള സമയം കിട്ടിയില്ല, കാര്യം ട്യൂഷൻ സ്റ്റാർട്ടാവാറായി. അപ്പോൾ ഇപ്പം ഞാൻ ട്യൂഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ക്ലാസ് കണ്ടു തീർക്കാൻ. ട്യൂഷനിലെ സയൻസ് എന്തൊക്കെയാണ്, സയൻസ് കെമിസ്ട്രിയിലെ 3rd 4th ചാപ്റ്റർ പഠിക്കുക. അപ്പം അത് തീർത്തിട്ടാണ് ഇനി മാത്സ് ബാക്കിയൊക്കെ പഠിച്ചു തീർക്കാനുള്ളത്. സോ എത്താറായി, ട്യൂഷൻ എത്താറായി. സോ ഗൈസ്, അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു, പിന്നെ ബാക്കി ക്ലാസ്സും കണ്ടു തീർത്തു. അപ്പം ഞാൻ ഡ്രസ്സൊന്ന് മാറി, ഡ്രസ്സൊന്ന് അഴുക്കായിരുന്നു. അപ്പം ഞാൻ ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് ബാക്കി ക്ലാസ്സും കണ്ട് തീർത്തു. അപ്പം ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഇപ്പം ഓക്കെ, ഞാനിപ്പോൾ കണ്ടു തീർത്തല്ലേ. സോ നമ്മൾ ടു ഡു ലിസ്റ്റിനകത്ത് മാറ്റിയിട്ടില്ല. സോ ഇപ്പം ഞാൻ ഇതിനകത്ത് കയറിയ ഇനി ടു ഡൂവിൽ കയറുക. അപ്പം ടു ഡു ലിസ്റ്റ് ഇപ്പോൾ കയറും. ഇത് ലോഡാകാൻ കുറച്ച് സമയം എടുക്കും. കാര്യം ഓക്കെ, ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ കാണാൻ പറ്റും. സോ ഞാൻ ടിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം ഇന്ന് ചെയ്ത് തീർക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ച കാര്യം ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. സോ നാളെ ആയിരിക്കും ഈ വീഡിയോ വരുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്ത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുക. സോ നമുക്കൊരു നെക്സ്റ്റ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. സോ ഓക്കെ, ബൈ ബൈ.